എന്റെ ചെറിയ ചോദ്യമേ ഉള്ളൂ. റഷ്യയും ചൈനയും ഹമാസിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, റഷ്യയും ചൈനയും പറഞ്ഞാലേ അങ്ങ് കേൾക്കുള്ളായിരിക്കും. അല്ല, പിന്നെ അങ്ങ് പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത്? ശരി, റഷ്യ പറഞ്ഞിട്ടുണ്ടോ? ചൈന പറഞ്ഞിട്ടുണ്ടോ? റഷ്യ പറയണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അവിടെ നടന്നത് എന്താണ്? അല്ല, നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇതൊക്കെ ചോദിക്കാൻ താൻ ആരോടോ? പട്ടിണിക്കിടണ്ട, പക്ഷെ അതിജീവിക്കാനുള്ള ഘട്ടം കുറയ്ക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. റോക്കറ്റ് മാത്രം വീഴുമ്പോഴല്ല ആക്രമണം. ഓഹോ, അങ്ങനെയാണല്ലേ? ഇത് അങ്ങനെയല്ലേ? അല്ല, അങ്ങ് എന്നോട് ചോദിച്ചു തുടങ്ങിയത് റോക്കറ്റ് ആക്രമണത്തെ കുറിച്ചാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ഞാൻ ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്നല്ല, ഞാൻ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഖ്യാനമാണ്. അല്ലല്ല, നമ്മൾ തമ്മിൽ തർക്കത്തിലേക്ക് പോകണ്ട. ഞാൻ വേഗം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഞാൻ വരാം, മറ്റു എനിക്ക് പോകേണ്ടതുണ്ട്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ? ശരി, ശരി, ഏതൊരു സംഘടനയും അത് ടെററിസ്റ്റ് ആണ്. ശരി. റഷ്യ പറഞ്ഞിട്ടുണ്ടോ? ചൈന പറഞ്ഞിട്ടുണ്ടോ? റഷ്യ പറയണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അവിടെ നടന്നത് എന്താണ്? അല്ല, നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. എന്റെ ചെറിയ ചോദ്യമേ ഉള്ളൂ. റഷ്യയും ചൈനയും ഹമാസിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, റഷ്യയും ചൈനയും പറഞ്ഞാലേ അങ്ങ് കേൾക്കുള്ളായിരിക്കും. അല്ല, പിന്നെ അങ്ങ് പറയുന്നതാണോ ഞാൻ കേൾക്കേണ്ടത്? കഴിഞ്ഞ വർഷം അങ്ങ് സോവറിൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ സാർ? കോമൺ സെൻസ് മതിയെന്നേ. ഒറ്റ മിനിറ്റിന്റെ നോട്ടീസ് ഇല്ലാതെ 5000 മിസൈല് സിവിലിയൻസിന് നേരെ വിടുന്നത് സ്വാതന്ത്ര്യ സമരമാണോ അതോ ശ്രീത്ത് പണിക്കര് മാത്രമാണോ കണ്ടത്? റഷ്യ കണ്ടില്ലേ? ചൈന കണ്ടില്ലേ? കോമൺ സെൻസ്. റഷ്യക്കും ചൈനയ്ക്കും കോമൺ സെൻസ് ഇല്ല എന്നാണോ? ബെസ്റ്റ്. ചൈനയുടെ കോമൺ സെൻസ് ആണ് നിങ്ങൾക്ക് വലുതെങ്കിൽ അരുണാചൽ പ്രദേശ് ആരുടെയാണ്? അടിപൊളി. ചൈന പറയുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഇതെന്താണ്? അരുണാചൽ പ്രദേശ് ആരുടേതാണ് ശ്രീ വേണു? ശരി, അരുണാചൽ പ്രദേശ് ആരുടേതാണ്? ഒന്നങ്ങ് മനസ്സിലാക്കേണ്ടത് അരുണാചൽ പ്രദേശുമായി മാത്രം ബന്ധപ്പെട്ടല്ല. അരുണാചൽ പ്രദേശുമായി മാത്രം ബന്ധപ്പെട്ടല്ല ആ ഭൂപടം വന്നത്. ജപ്പാന്റെ ഭാഗവും അതിലുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അങ്ങനെ വിശാലമായി കാണൂ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അങ്ങ് ഒരു അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് പറയുമ്പോ അങ്ങയുടെ ആ ചോദ്യത്തിന്റെ മുനെയൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടില്ല. അതിനുള്ള നീ ഒന്നും പണയണ്ട. അങ്ങയുടെ ചാനലും അങ്ങയുടെ ചർച്ചയുമാണ്. പക്ഷെ ആ ഒരു ഏകാധിപത്യ സ്വഭാവം അങ്ങ് ഉപയോഗിക്കരുത്. കള്ളപ്പന്നി. ഞാൻ പറയുന്നത് ചൈനയെ പറ്റി ഞാൻ പരാമർശിച്ചില്ല. അങ്ങ് ഇതിലേക്ക് ചൈനയും റഷ്യയും കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, അവിടെ എല്ലാം തീർക്കണം, ഗ്രന്ഥം പൂട്ടണമെന്നാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തെ, അപ്പോഴാണ് ഞാൻ പറഞ്ഞത് റഷ്യയും ചൈനയും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ അതാ ചോദിച്ചത്. റഷ്യയും ചൈനയും പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് കേൾക്കുമോ? നമ്മളിപ്പോ സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെയോ അല്ലല്ല, അങ്ങിരിക്കുന്ന തിരുവനന്തപുരത്തും ഞാൻ ഇരിക്കുന്ന എറണാകുളത്തെ കാര്യമല്ലല്ലോ. പാചകം കഴിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരു വിശാലമായ കാര്യമാണ്. ആ വിശാലമായ മനസ്സ് അങ്ങേക്കൊണ്ടാണ്. അല്ലല്ല, അത് പോട്ടെ. ഞാനൊരു വേഗം ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വരാം.